പഠിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് മോളെ കൂടുതലും സിനിമയിലും സീരിയലിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ദീപ്തിന്ന് വിളിച്ചാലും വിളിക്കാറുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഷാദിക്ക, നമസ്കാരം. ഞങ്ങൾ ഒരുമിച്ചാണ് ആദ്യമായിട്ടാണ് ഒരു വേദിയിൽ ഒരുമിച്ച് വരുന്നത്. ഐഡിയൻസ് ഉദ്ഘാടനം കഴിഞ്ഞ് പോയി. ആൻഡ് പ്രൈമിൻ്റെ എല്ലാ സാരഥികൾക്കും നമസ്കാരം. ആൻഡ് പ്രൈം ഫാമിലി എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. എഡ്യൂക്കേഷൻ, എന്നോട് പല ഇൻ്റർവ്യൂസിലും ഈ വളർന്നു വരുന്ന കലാകാരന്മാരോട് അല്ലെങ്കിൽ കലാകാരികളോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് 10th കഴിഞ്ഞു, ഇനിയിപ്പോൾ പഠിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് മോളെ കൂടുതലും സിനിമയിലും സീരിയലിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില പാരൻസ് ലൊക്കേഷൻസിൽ വന്നിരുന്ന് പറയുമ്പോൾ ഞാൻ പറയും, അങ്ങനെ പഠിത്തം നിർത്തിക്കളയല്ലേ. കാരണം എഡ്യൂക്കേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് പലപ്പോഴും നമ്മുടെ ഒരു ഔട്ട്ലുക്ക് മാറ്റാനും കുറച്ചുകൂടെ ലൈഫിനെ കുറിച്ച് പഠിക്കാനും ഒക്കെ എന്താ പറയുക, ഒരു ബേസിക് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. പലപ്പോഴും പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തിരുന്ന ബാക്ക്ഗ്രൗണ്ട് പറയുമ്പോൾ, ഞാൻ ഒരു ആക്ടറാണെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു റെസ്പെക്റ്റ് പലപ്പോഴും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഞാൻ ഇന്ന സ്ഥലത്താണ്, ഞാൻ മാതൃഭൂമിയിലാണ് വർക്ക് ചെയ്തത് എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാനൊരു MBA ഹോൾഡറാണ് എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നേരത്തെ ഇഷാദൊക്കെ പറഞ്ഞ പോലെ ഇന്നിപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും എബ്രോഡിലേക്കാണ് കണ്ണ് നട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളെ ഇവിടെ തന്നെ പഠിപ്പിക്കാനുള്ള ഒരു ബേസിക് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒക്കെ ഇവിടുത്തെ കോളേജസിനില്ലേ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം കുട്ടികൾ, കുറച്ച് നാളും നമ്മൾ തമാശയ്ക്ക് പറയും, കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ നമ്മുടെ കേരളത്തിൽ ബംഗാളികൾ മാത്രമേ ഉണ്ടാവുള്ളൂ, മലയാളികൾ എല്ലാവരും വിദേശത്തായിരിക്കും, കുറേ പ്രായമുള്ള അച്ഛനും അമ്മയും അവർക്ക് സഹായികളായിട്ട് കുറച്ച് നോർത്ത് ഇന്ത്യൻസും ആയിരിക്കും ഇവിടെ എന്ന് നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്. അങ്ങനൊരു അവസ്ഥ ഉണ്ടാവുന്നൊരു കാലഘട്ടത്തിലാണ് പ്രൈം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻസ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റുമായിട്ട് വന്നിരിക്കുന്നത്. ഇന്ത്യക്കകത്ത് തന്നെയുള്ള യൂണിവേഴ്സിറ്റീസുമായിട്ട് ടൈപ്പ് ആയിക്കൊണ്ട് അതിൽ ഏജ് റെസ്ട്രിക്ഷൻസ് ഇല്ല. പഠിക്കാൻ പ്രായമൊന്നും വലിയ കാര്യമൊന്നുമല്ല അല്ലേ, ഏത് പ്രായത്തിലും പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പഠിക്കാം. അത് ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് കൂടുതലും, നമ്മൾ കൊറോണയൊക്കെ വന്നപ്പോൾ നമ്മൾ അറിഞ്ഞതാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ ഏത് യൂണിവേഴ്സിറ്റീസുമായിട്ട് ടൈപ്പ് ചെയ്യാനുള്ള സൗകര്യമൊക്കെയാണ് പ്രൈം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് നൽകുന്നത്. അപ്പോൾ ഈ ഒരു സംരംഭം ഇതൊരു 5 വർഷമായി ഇവർ ഈ ഒരു ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യാൻ പ്രൈമിന് സാധിക്കട്ടെ, അതിലൊക്കെ പങ്കാളികളാവാൻ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വലിയൊരു വിജയമായി തീരട്ടെ പ്രൈം എന്ന് ഹൃദയത്തിൽ നിന്നും ആശംസിക്കുകയാണ് എല്ലാ സാരഥികളോടും. ഇന്ന് ഈ ഒരു ചടങ്ങിന് എന്നെ ഒരു അതിഥിയായിട്ട് ക്ഷണിച്ചതിനുള്ള നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഗായത്രി. നമുക്കിനി ഒരു മധുരം